ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ 12 ആദിവാസി ഉന്നതികൾക്ക് ചുറ്റും സംരക്ഷണ കവചമൊരുങ്ങുന്നു. കേന്ദ്ര സർക്കാരിന് കീഴിലെ നബാർഡിന്റെ സഹായത്തോടെ സൗര വൈദ്യുതി തൂക്കുവേലിയും കിടങ്ങും സ്ഥാപിക്കുന്ന ബൃഹത് പദ്ധതിയാണ് വനം വകുപ്പ് നടപ്പാക്കുന്നത്. പതിറ്റാണ്ടുകളായി വന്യജീവികളെ ഭയന്നുള്ള ജീവിതത്തിന് ഇതോടെ അറുതിയാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനത. കാണാം ഒരു റിപ്പോർട്ട്. ഇടുക്കി വനത്തിനും ഇടുക്കി ഡാമിനും നടുവിലാണ് കണ്ണമ്പടി എന്ന ആദിവാസി ഗ്രാമം. വനത്തിലൂടെ നിർമ്മിച്ച ഏക പാത കടന്നു മാത്രമേ പ്രദേശവാസികൾക്ക് പുറം ലോകത്തെത്താനാകൂ. കൃഷി മുഖ്യ വരുമാന മാർഗമായ ഇവിടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഉണ്ടാകുന്ന വന്യമൃഗാക്രമണം മൂലം ജനജീവിതം അതീവ ദുഷ്കരമാണ്. ഇതിനൊരു പരിഹാരം വേണമെന്ന പ്രദേശവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. ഇതിനായി വനാതിർത്തിയിൽ 17.07 കിലോമീറ്റർ ദൂരത്തിൽ കിടങ്ങും 6 കിലോമീറ്റർ നീളത്തിൽ സൗരവൈദ്യുതി തൂക്കുവേലിയും നിർമ്മിക്കുന്ന 4.086 കോടി രൂപയുടെ പദ്ധതിക്ക് നബാർഡ് അംഗീകാരം നൽകി. കണ്ണമ്പടി ഉന്നതിയിൽ 1000-ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. 3000-ഓളം ജനങ്ങളുണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് പ്രധാനമായിട്ടും കൃഷിയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. വന്യമൃഗശല്യം വളരെ കൂടുതലാണ്. ആനയുടെ ശല്യവും പന്നിയുടെ ശല്യവും ഉള്ളതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഇവിടെ നേരത്തെ കാലങ്ങളിൽ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗുണമേന്മ കുറവ് കൊണ്ടും പിന്നെ ആളുകളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നതുകൊണ്ട് ഇതെല്ലാം നാശത്തിലാണ്. ഇപ്പം ആനകളൊക്കെ വീടുകളിലേക്കും കൃഷി സ്ഥലങ്ങളിലൊക്കെ വന്ന് ധാരാളം കൃഷികൾ നശിപ്പിക്കുന്നുണ്ട്. ആളുകളുടെ ഉപജീവന മാർഗത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ്. അപ്പം നിരന്തരമായ ആവശ്യപ്രകാരം നബാർഡിൽ നിന്ന് ഒരു 4.5 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് പോലീസ് കൺസ്ട്രക്ഷൻ കമ്പനി കോട്ടയത്തുള്ള ഒരു കമ്പനിയാണ് ഇതിൻ്റെ ഫെൻസിങ്ങിൻ്റെ വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. ടെൻഡറായിട്ടുണ്ട്. 17 കിലോമീറ്ററോളം കിടങ്ങുകൾ സ്ഥാപിക്കാനും 6.5 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് വേലി തൂക്കുവേലിയാണ് സ്ഥാപിക്കുന്നത്. കണ്ണമ്പടിയിലെ 12 ആദിവാസി ഉന്നതികളിലായി 1200 കുടുംബങ്ങളാണുള്ളത്. പരമ്പരാഗതമായി താമസിക്കുന്നവർക്ക് പുറമെ ഇടുക്കി പദ്ധതിക്ക് വേണ്ടി വിവിധയിടങ്ങളിൽ നിന്നും കുടിയിറക്കി സർക്കാർ കുടിയിരുത്തിയവരും ഇവിടെയുണ്ട്. ഇവർക്ക് ആകെ സംരക്ഷണ കവചമൊരുക്കാൻ വനംവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി കേരളത്തിലെ തന്നെ ഏറ്റവും വലുതാണ്. പുതിയ പദ്ധതിക്കൊപ്പം നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കണമെന്നും ആവശ്യമുണ്ട്. പതിറ്റാണ്ടുകളായി ഒരു ജനത അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്തുന്നതാണ് നബാർഡിന്റെ സഹായത്തോടെ വനംവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. ഇനിയെങ്കിലും വന്യമൃഗങ്ങളെ പേടിക്കാതെ ജീവിക്കാനും കൃഷി ചെയ്യാനും യാത്ര ചെയ്യാനും സാധിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. കണ്ണമ്പടിയിൽ നിന്നും ക്യാമറമാൻ റൈസൻ DS രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.